ഏതൊക്കെ ദേശങ്ങൾ വഴങ്ങിയെങ്കിലും വളക്കൂറ് കൊടുക്കാത്തൊരു കരിമ്പാറത്തുരുത്ത് പോലെ നിൽക്കുന്ന കേരളത്തിൽ ഒരു സീറ്റെങ്കിലും നേടിയെടുക്കാൻ എന്ത് വില കൊടുത്തും ബി.ജെ.പി ഓവർടൈം പണിയെടുക്കുന്ന ഒരു പ്രചാരണ കാലത്താണ് ഉന്തിന്റെ കൂടൊരു തള്ള് എന്ന മട്ടിലൊരു നേതാവിന്റെ മംഗളപത്രം. ബി.ജെ.പിയുടെ പല സ്ഥാനാർത്ഥികളും മികച്ചവരാണ്, ഏതെങ്കിലും സംഘപരിവാർ നേതാക്കളല്ല. വെളിപാട് ഇ.പി. ജയരാജൻ വകയാണ്. ആ സഹായത്തിന് നന്ദിയുണ്ട് ഇ.പി., 1000 നന്ദി എന്ന് കൃതാർത്ഥനാവുന്നുണ്ട് കെ സുരേന്ദ്രൻ. എന്നു മാത്രമല്ല, പോയ തെരഞ്ഞെടുപ്പിൽ 20ൽ 19 സീറ്റും പിടിച്ച് യു.ഡി.എഫിനേക്കാൾ പല മണ്ഡലങ്ങളിലും രണ്ടാം സ്ഥാനത്ത് ബി.ജെ.പി ആണെന്നും പോരാട്ടം എൽ.ഡി.എഫും ബി.ജെ.പിയും തമ്മിലാണെന്നൊക്കെ ഒരു വാപോയ കോടാലി കണക്കെ ഉണ്ടയില്ലാവിടെയാണ്. ഒരുപാട് മുൻപല്ല, ഒരു നെയ്യാറ്റിങ്കര ബൈ ഇലക്ഷൻ കാലത്ത് ഒരു മുഖ്യമന്ത്രി എതിരാളി ബി.ജെ.പി ആണെന്ന് പറഞ്ഞതിന് ചന്ദ്രഹാസം ഇളക്കി ഉറഞ്ഞുതുള്ളി പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. ഇല്ലാത്ത വലിപ്പം കൊടുത്ത് ബി.ജെ.പിയെ മുഖ്യശത്രുവാക്കുന്നതെങ്കിൽ ലക്ഷ്യം ധ്രുവീകരണമാണ്, മുസ്ലിം വോട്ട് ധ്രുവീകരണം. ഒരു ദിവസം 24 മണിക്കൂറിൽ 16 വട്ടം മുസ്ലിം ലീഗിന് പരവതാനി വിരിക്കുന്ന CPM അണിക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് പൊട്ടിവീണ പോലെ ജമാഅത്തെ ഇസ്ലാമി, മുസ്ലിം ലീഗ്, കോൺഗ്രസ് അതിന്റെ മതേതര നിലപാട് ലീഗിന് കഴിവേറ്റുന്നേ എന്നൊരു കാപട്യ നിലവിളി. അന്ന് ഹസൻ അമീർ കുഞ്ഞാലിക്കുട്ടി എന്നൊരു പക്കാ വർഗീയ ചാപ്പയിറക്കി സമൂഹത്തെ മലീമസമാക്കിയത് ഏതെങ്കിലും സംഘപരിവാർ നേതാവ്, അന്നത്തെ CPMന്റെ സംസ്ഥാന സെക്രട്ടറി. അന്നും ലക്ഷ്യം ഒളിപ്പില്ലാത്ത ധ്രുവീകരണമാണ്. ഇക്കാലം അത്രയും CPMന്റെ പ്രഖ്യാപിത നിലപാടിന് വിരുദ്ധമായി ബി.ജെ.പിയുടെ ഇല്ലാത്ത ശക്തിക്ക് ഓശാനമാണെന്ന് ജയരാജനോട് പ്രതിപക്ഷം ചോദിക്കുന്നു. ജയരാജ, താങ്കൾ LDF കൺവീനറോ അതോ NDA കേരള മേധാവിയോ എന്ന ചോദ്യം കടുപ്പിച്ച് അന്തർധാര മാത്രമല്ലത് കച്ചവട ബന്ധമാണെന്ന് മുറാഴക്കുന്നിലേക്ക് ചൂണ്ടി കടുപ്പിക്കുന്നുണ്ട് പ്രതിപക്ഷം. ആ കടപ്പാട് കൊണ്ടാണോ തലസ്ഥാനത്തെ ബി.ജെ.പി സ്ഥാനാർത്ഥി ഇ.പിക്ക് മികച്ചവനായെന്ന് ചോദിക്കലാണ് വി.ഡി. സതീശൻ. ആ റിസോർട്ട് വ്യവഹാരം അങ്ങ് മറന്നുപോകാനുള്ള സമയമായിട്ടില്ല. അവിടെ ഒരു ചെങ്കൊടി നാട്ടി ആഴത്തിൽ വേരോടി ഒരു പാർട്ടിക്കുന്ന് അപ്പാടെ ഇടിച്ചു നിർത്തി കേന്ദ്ര കമ്മിറ്റി അച്ഛൻ സഖാവിന്റെ കഴുത്തിൽ പുത്രൻ സഖാവ് വാനം തോണ്ടിയതും മുട്ടാപ്പോക്ക് പറഞ്ഞ് ആന്തൂരെ സാജനെ കഴിവേറ്റിയ ഒരു നഗരസഭാ ജയരാജപുത്രന്റെ ചട്ടലംഘന ഘോഷയാത്രകൾ കുളിപ്പില്ലാ കൊടി പിടിച്ചതും കേരളം മറക്കാറായിട്ടില്ല. ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ഈ ആഴ്ചയിൽ ഏറ്റവും വലിയ തമാശ പൊട്ടിക്കുന്നുണ്ട് കൺവീനർ. ആ പവർ ബ്രോക്കർ നന്ദകുമാറിനെ ആലുവ മണപ്പുറത്ത് കണ്ട പരിചയമില്ലെന്നാണ്. പാർട്ടി സെക്രട്ടറി അധികാരമേറ്റ് M.V. ഗോവിന്ദൻ ആദ്യമായി നയിച്ചൊരു രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ സമയമില്ലാത്ത ഇ.പി. നന്ദകുമാറിന്റെ അമ്മയ്ക്ക് പൊന്നാട അണിക്കാൻ ഓടിപ്പടഞ്ഞ് പാഞ്ഞെത്തിയെങ്കിൽ ചങ്കോട് ചങ്കാണ് ബന്ധം. അറിയില്ലെന്നങ്ങ് പറഞ്ഞാൽ അതങ്ങ് വിഴുങ്ങാൻ ജനത്തിന് മറവിരോഗമില്ല, മണ്ടന്മാരുമല്ല കൺവീനറെ. അന്ന് കേരളയിൽ സമരകാലത്ത് പ്രതിഷേധിച്ചവരെ തെക്ക് വടക്ക് വിരദോഷികളെന്നും ജനത്തെ ആട്ടിയകറ്റി നെടുങ്കോട്ട കെട്ടിയ ഒരു കരിങ്കൊടിക്കാലത്ത് ഭീകരവാദികളാക്കിയ കാലത്ത് കറുത്ത മാസ്ക് വേണമെന്ന് എന്താണിത്ര വാശി എന്നൊക്കെ അധികാരം ദുഷിപ്പിച്ചൊരു നേതാവ് കേരളത്തിന് മുന്നിൽ അന്നേ അനാവൃതമായതാണ്. ആ റിസോർട്ട് വ്യവഹാരം കയ്യോടെ പിടിക്കപ്പെട്ട് ക്യാപ്സ്യൂളൊക്കെ പൊളിഞ്ഞാദായ നികുതി വകുപ്പ് കയറി നിരങ്ങിയപ്പോൾ രക്ഷാകരവുമായി എത്തിയ കരാറിനെ കുറിച്ച് ഇന്നും നിഷേധിക്കുന്നില്ല ഇ.പി. എങ്കിലത് എത്ര ഉരുണ്ട് കളിച്ചാലും ബന്ധം കച്ചവട ബന്ധമാണ്. പാവം സഖാക്കൾ ചങ്ക് പൊടിഞ്ഞ് ചോര കൊടുത്ത് പാർട്ടിപെടുത്ത മൊറാഴക്കുന്ന് വാഴുന്നുണ്ട്. കാവിക്കൊടി പിടിച്ച സംഘരാഷ്ട്രീയ നേതാവിന്റെ കോർപ്പറേറ്റ് നിരാമയ. പ്രിയ പ്രേക്ഷകർ